ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മൾ ഉള്ളിയും തക്കാളിയൊന്നും വൈകിട്ട് സമയം കളയണ്ട, അരിഞ്ഞ് സമയം കളയണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു മുട്ടക്കറി റെസിപ്പി കണ്ടാലോ. അപ്പം നമുക്ക് വീട്ടിലിട്ട് പോവാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ പകുതി ആക്കിയിട്ട് അതിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 വെളുത്തുള്ളി, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചിട്ടെടുക്കാം. അതിനുശേഷം നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ രാവിലെ തിരക്ക് പിടിച്ച സമയത്ത് നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കാമെന്ന് പറയുമ്പോൾ കുറച്ച് വിഷം പിടിച്ച കാര്യം തന്നെ അല്ലേ. ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ സമയവും ലാഭിക്കാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴന്ന് വന്നിട്ട് അതിൻ്റെ കളറൊക്കെ മാറി വന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂണോളം മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ നമ്മളെ പൊടികളൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ കറിക്ക് നന്നായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് 3 മുട്ടക്കുള്ള കറി ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ എണ്ണം കൂടുതലാണെങ്കിൽ അതുപോലെ കറികളിലിടുന്ന സാധനങ്ങളുടെ എണ്ണവും കൂട്ടിയിട്ട് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ മുട്ട ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കസ്തൂരി മേത്തി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3-4 പച്ചമുളക് ഇതുപോലെ കീറാതെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പച്ചമുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെ കുട്ടികൾക്കും എളുപ്പമാണ് എടുത്ത് കളയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് 2 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് 1-2 മിനിറ്റ് മാത്രം മതി കേട്ടോ, ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആകാനായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മളിത് തുറന്ന് നോക്കി നമ്മൾ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ ഈ ഒരു സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ നല്ല അടിപൊളി മണവും നല്ല ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ദോശയുടെയും ചപ്പാത്തിയുടെയും ചോറിനൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി. എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.